Network News is brought to you in association with Pavan Gold House, Old Bus Stand, Payyanur. Malabar Gold and Diamonds. Celebrate the beauty of life. മംഗല്യ സ്വപ്നങ്ങൾക്ക് ചാരുതയേകാൻ കല്ലറിക്കൽസ് ഗോൾഡ് പാർക്ക് പയ്യന്നൂർ. സുനിത ഫർണിച്ചർ, താവക്കര, കണ്ണൂർ സിൻസ് 1985. പയ്യന്നൂർ റൂറൽ ബാങ്ക്, വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. ശുദ്ധമായ പാൽ, ഒരു ജനതയുടെ വിശ്വാസം. ജനതാ പാൽ, തികച്ചും പുതുമയോടെ. സഹകരണ ആയുർവേദ പയ്യന്നൂർ. കൃഷ്ണ ട്രേഡേഴ്സ്, ലത്തീഫിയ സ്കൂളിന് സമീപം, ബൈപാസ് റോഡ്, പയ്യന്നൂർ. പയ്യന്നൂർ പെരുമ കോപ്പറേറ്റീവ് സ്റ്റോഴ്സ് പയ്യന്നൂർ. അപ്പോളോ ക്ലിനിക്, റിയാദ് മോൾ, പെരുമ്പ, പയ്യന്നൂർ. നമസ്കാരം. നെറ്റ്വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കർഷക പോരാട്ടത്തിന്റെ ഉജ്ജ്വല സ്മരണ പുതുക്കി കരിവെള്ളൂർ സമര വാർഷികം. റെഡ് വളണ്ടിയർ മാർച്ചിന്റെ അകമ്പടിയോടെ നടന്ന ബഹുജന പ്രകടനത്തിൽ ആയിരങ്ങൾ അണിനിരന്നു. പൊതുസമ്മേളനം CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. KSU യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് നേരെയുള്ള നരനായാട്ട് അവസാനിപ്പിക്കണമെന്നാവശ്യം. വിവിധ കേന്ദ്രങ്ങളിൽ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം. പോലീസ് സ്റ്റേഷനുകളിലേക്ക് പ്രവർത്തകരുടെ മാർച്ച്. ചെറുപുഴയിൽ പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തും തള്ളും. കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ 31 തസ്തികകൾ അനുവദിച്ചു. തീരുമാനം കൊല്ലത്ത് ചേർന്ന മന്ത്രിസഭാ യോഗത്തിൽ. തസ്തികകൾ സൃഷ്ടിച്ചത് മെഡിക്കൽ കോളേജിൽ സൂപ്പർ സ്പെഷ്യാലിറ്റി വിഭാഗം ഡോക്ടർമാരുടെ അനിവാര്യത കണക്കിലെടുത്ത്. കെ സുധാകരന്റേത് അത്ഭുതകരമായ പ്രസ്താവനയെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ. കെ സുധാകരൻ കാവ്യവൽക്കരണത്തിന് കൂട്ടുനിൽക്കുന്നതായും വേണ്ടിവന്നാൽ ഗവർണറെ തിരിച്ചുവിളിക്കാൻ ആവശ്യപ്പെടുമെന്നും MV ഗോവിന്ദൻ മാസ്റ്റർ. വാർത്തകൾ വിശദമായി. കർഷക പോരാട്ടത്തിന്റെ ഉജ്ജ്വല സ്മരണ പുതുക്കി കരിവെള്ളൂർ സമര വാർഷികം. റെഡ് വളണ്ടിയർ മാർച്ചിന്റെ അകമ്പടിയോടെ നടന്ന ബഹുജന പ്രകടനത്തിൽ ആയിരങ്ങൾ അണിനിരന്നു. പൊതുസമ്മേളനം CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. കർഷക സമരത്തിന്റെ ജ്വലിക്കുന്ന ഓർമ്മ പുതുക്കി കരിവെള്ളൂർ രക്തസാക്ഷി ദിനാചരണം. കരിവെള്ളൂർ സമരത്തിന്റെ 77ാം വാർഷികത്തിന്റെ ഭാഗമായി നടന്ന ബഹുജന പ്രകടനത്തിലും അനുസ്മരണ പൊതുസമ്മേളനത്തിലും ആയിരങ്ങളാണ് പങ്കെടുത്തത്. കരിവെള്ളൂർ രക്തസാക്ഷികളെന്തിറങ്ങുന്ന കുണിയൻ സമരകേന്ദ്ര പരിസരത്ത് നിന്നും ആരംഭിച്ച റെഡ് വളണ്ടിയർ മാർച്ചോടെയാണ് ദിനാചരണ പരിപാടികൾക്ക് തുടക്കമായത്. ഓണക്കുന്നിൽ എത്തിയ റെഡ് വളണ്ടിയർ മാർച്ചിന് പിന്നാലെ ബഹുജന പ്രകടനവും അണിനിരന്നു. കരിവെള്ളൂർ ടൗൺ ചുറ്റിയ പ്രകടനം കരിവെള്ളൂർ രക്തസാക്ഷി നഗറിൽ സമാപിച്ചു. ഗവർണർക്കെതിരെയുള്ള പ്രതിഷേധം കൂടിയായി മാറി ബഹുജന പ്രകടനം. കണ്ണൂരിനെ അപമാനിച്ച ഗവർണർ ഗോബാക്ക് എന്നെഴുതിയ നിരവധി ബാനറുകളാണ് പ്രകടനത്തിൽ ഉയർന്നത്. പ്രകടനത്തിന് ശേഷം നടന്ന പൊതുസമ്മേളനം CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. ഡിസംബർ 20 സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിനമാണ്. 77 വർഷമായി
ആ ചരിത്രപരമായ പോരാട്ടം നടന്നിട്ട് ധീരരായ രക്തസാക്ഷികളും തലമാരികൾക്ക് വ്യത്യാസത്തിന് രക്ഷപ്പെട്ട് കേരളത്തിൽ പാർട്ടി കെട്ടിപ്പടുക്കുന്നതിന് നേതൃത്വം കൊടുത്ത സഖാവേവി കൃഷ്ണമാഷനും കുതിരാമാട്ടനും ഉൾപ്പെടെയുള്ള ധീരരായ സമര പോരാളികൾ ഇവിടെ ചൂണ്ടിക്കാണിച്ചതുപോലെ ആ സമര പോരാട്ടത്തിൽ വെടിയേറ്റവർ, മർദ്ദനമേറ്റവർ, മരിച്ചവരും ജീവശവമായിട്ട് മാറിയവരും ഉൾപ്പെടെ നേതാക്കളായ എം.വി. ജയരാജൻ, എം.വി. ബാലകൃഷ്ണൻ മാസ്റ്റർ, സി.എസ്. സുജാത, പന്ന്യൻ രവീന്ദ്രൻ, ടി.ഐ. മധുസൂദനൻ എം.എൽ.എ, അഡ്വക്കേറ്റ് പി. സന്തോഷ്, സി. കൃഷ്ണൻ, കെ.വി. ബാബു, എം. രാമകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. സംഘാടക സമിതി ചെയർമാൻ കെ. നാരായണൻ അധ്യക്ഷനായി. കരിവള്ളൂർ സമരവാർഷികത്തിന്റെ ഭാഗമായി നവീകരിച്ച സമരസ്തൂപത്തിന്റെ ഉദ്ഘാടനം എം.വി. ഗോവിന്ദൻ മാസ്റ്റർ നിർവഹിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. KSU യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് നേരെയുള്ള നരനായാട്ട് അവസാനിപ്പിക്കുക എന്നാവശ്യപ്പെട്ടുകൊണ്ട് ചെറുപുഴ പുളിങ്ങോം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികൾ സംയുക്തമായി ചെറുപുഴ പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി. മാർച്ച് പോലീസ് തടഞ്ഞത് പ്രവർത്തകരും പോലീസും തമ്മിൽ നേരിയ സംഘർഷത്തിന് ഇടയാക്കി. ചെറുപുഴ ബസ് സ്റ്റാൻഡിൽ നിന്നാണ് മാർച്ച് ആരംഭിച്ചത്. മാർച്ച് പോലീസ് സ്റ്റേഷനകത്ത് പ്രവേശിക്കാതിരിക്കാൻ സ്റ്റേഷനിലേക്കുള്ള റോഡിൽ പോലീസ് കയർകെട്ടി ബാരിക്കേഡ് തീർത്തിരുന്നു. ഇതിനു മുന്നിലായി പോലീസും നിലകൊണ്ടു. ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ചപ്പോഴാണ് വാക്കേറ്റവും നേരിയ തോതിലുള്ള ഉന്തും തള്ളും ഉണ്ടായത്. പിന്നീട് നേതാക്കൾ ഇടപെട്ട് രംഗം ശാന്തമാക്കി. കോൺഗ്രസ് കേരള ഘടകത്തിന്റെ നിർദ്ദേശപ്രകാരം കേരളത്തിലെ എല്ലാ പോലീസ് സ്റ്റേഷനുകളിലേക്കും ഇന്ന് മാർച്ച് നടന്നിരുന്നു. ഇതിന്റെ ഭാഗമായാണ് ചെറുപുഴ പുളിങ്ങോം മണ്ഡലം കമ്മിറ്റികൾ സംയുക്തമായി പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തിയത്. തുടർന്ന് നടന്ന പൊതുയോഗം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് മഹേഷ് കുന്നുമ്മൽ ഉദ്ഘാടനം ചെയ്തു. എനിക്ക് പറയാനുള്ളത്, ഇന്നലെ കാഞ്ഞങ്ങാടും അതുപോലെ തന്നെ തിരുവനന്തപുരത്തെ വിവിധ ഭാഗങ്ങളിലും SFI ഗവർണർക്കെതിരെ ഉയർത്തിയ ഒരു പോസ്റ്റ് ഉണ്ട്. മിസ്റ്റർ ആരിഫ് മുഹമ്മദ് ഖാൻ താങ്കളുടെ തന്തയുടെ വകയല്ല കേരളം എന്ന്. സമാനമായ രീതിയിൽ ഞങ്ങൾ പറയുന്നു, മിസ്റ്റർ പിണറായി വിജയൻ താങ്കളുടെ തന്തയുടെ വകയല്ല കേരളം. താങ്കളുടെ തന്തയുടെ വകയല്ല കേരളത്തിലെ ഓരോ തെരുവുകളും ഓരോ സമര രീതികളും ഓരോ സമര പോരാട്ടങ്ങളും എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ചെറുപുഴ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ടി.പി. ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. മനോജ് വടക്കേൽ, എ. ബാലകൃഷ്ണൻ, പ്രണവ് കരേള തുടങ്ങിയവർ പ്രസംഗിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, ചെറുപുഴ. പയ്യന്നൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പോലീസ് സ്റ്റേഷൻ മാർച്ച് നടത്തി. മുഖ്യമന്ത്രിയുടെ അംഗരക്ഷകരും പോലീസും ചേർന്ന് KSU യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ചതിൽ പ്രതിഷേധിച്ചായിരുന്നു മാർച്ച് സംഘടിപ്പിച്ചത്. DCC വൈസ് പ്രസിഡന്റ് മുഹമ്മദ് ബ്ലാത്തൂർ ഉദ്ഘാടനം നിർവഹിച്ചു. യൂത്ത് കോൺഗ്രസ് KSU പ്രവർത്തകർക്കു നേരെ പോലീസും CPM-ഉം ആക്രമണം നടത്തുന്നു എന്നാരോപിച്ച് ജില്ലയിലെ പോലീസ് സ്റ്റേഷനുകളിലേക്ക് മാർച്ച് നടത്താൻ DCC പ്രസിഡന്റ് മാർട്ടിൻ ജോർജ് ആഹ്വാനം ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് പയ്യന്നൂർ പോലീസ് സ്റ്റേഷനിലേക്ക് പയ്യന്നൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി മാർച്ച് നടത്തിയത്. KSU യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കെതിരായ പോലീസ് CPM അക്രമം അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു പോലീസ് സ്റ്റേഷൻ മാർച്ച് നടന്നത്. K. ജയരാജ് അധ്യക്ഷത വഹിച്ച ചടങ്ങ് DCC വൈസ് പ്രസിഡന്റ് മുഹമ്മദ് ബ്ലാത്തൂർ ഉദ്ഘാടനം ചെയ്തു. ഡിവൈഎഫ്ഐയുടെ ക്രിമിനൽ സംഘം വന്ന് യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ വൈസ് പ്രസിഡന്റ് ഈ മാർച്ചിന് നേതൃത്വം കൊടുക്കുന്ന പ്രിയപ്പെട്ട മഹിത ഉൾപ്പെടെയുള്ള യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കന്മാർക്ക് നേരെ അതിക്രൂരമായ ആക്രമണം അഴിച്ചുവിട്ടു. പോലീസിന്റെ സാന്നിധ്യത്തിൽ നടന്ന ആക്രമണത്തെ ഈ കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രി കൂടിയായിട്ടുള്ള മുഖ്യമന്ത്രി പിണറായി വിജയൻ ജീവൻ രക്ഷാ പ്രവർത്തനമാണ് എന്ന് പറഞ്ഞ് ആ
അക്രമത്തെ പ്രോത്സാഹിപ്പിക്കുന്ന കാഴ്ച ഞാനും നിങ്ങളും കാണുകയുണ്ടായി. പിന്നീട് പിറ്റേ ദിവസം കണ്ണൂരിൽ പിണറായി വിജയന്റെ നരാധമ സദസ്സിലേക്ക് യൂത്ത് കോൺഗ്രസിന്റെ മാർച്ച് നടത്താൻ ഞങ്ങൾ നിർബന്ധിതമായി. എ പി നാരായണൻ, ഡി കെ ഗോപിനാഥ്, കെ രാജൻ, വി സി നാരായണൻ, കെ കെ ഫൽഗുനൻ, കെ ശ്യാമള, അത്തായി പത്മിനി, പിലാക്കൽ അശോകൻ തുടങ്ങിയവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ 31 തസ്തികകൾ അനുവദിച്ചു. കൊല്ലത്ത് ചേർന്ന മന്ത്രിസഭാ യോഗത്തിലാണ് ഇത് സംബന്ധിച്ച തീരുമാനം. മെഡിക്കൽ കോളേജിൽ സൂപ്പർ സ്പെഷ്യാലിറ്റി വിഭാഗം ഡോക്ടർമാരുടെ അനിവാര്യത കണക്കിലെടുത്തുമാണ് ഇത്രയും തസ്തികകൾ ഒരുമിച്ച് സൃഷ്ടിച്ചത്. കൊല്ലത്ത് ചേർന്ന മന്ത്രിസഭാ യോഗത്തിലാണ് പരിയാരം കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ പുതുതായി 31 തസ്തികകൾ അനുവദിക്കാൻ തീരുമാനിച്ചത്. മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിന്റെ കീഴിലുള്ള സ്ഥാപനങ്ങളുടെ സുഗമമായ പ്രവർത്തനത്തിനും ആശുപത്രികളിലെ സൂപ്പർ സ്പെഷ്യാലിറ്റി വിഭാഗം ഡോക്ടർമാരുടെ അനിവാര്യതയും കണക്കിലെടുത്താണ് ഇത്രയും തസ്തികകൾ ഒരുമിച്ച് സൃഷ്ടിച്ചത്. ജനറൽ സർജറി വിഭാഗത്തിൽ 3 അസിസ്റ്റന്റ് പ്രൊഫസർ തസ്തികയും അനസ്തേഷ്യോളജിയിൽ അസിസ്റ്റന്റ് പ്രൊഫസർ, സീനിയർ റെസിഡന്റ്, അനാട്ടമി വിഭാഗത്തിൽ സീനിയർ റെസിഡന്റ്, ബയോകെമിസ്ട്രി വിഭാഗത്തിൽ അസിസ്റ്റന്റ് പ്രൊഫസർ, സീനിയർ റെസിഡന്റ്, കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗത്തിൽ സീനിയർ റെസിഡന്റ്, ഫോറൻസിക് മെഡിസിൻ വിഭാഗത്തിൽ സീനിയർ റെസിഡന്റ്, മൈക്രോബയോളജിയിൽ സീനിയർ റെസിഡന്റ്, പാത്തോളജി വിഭാഗത്തിൽ അസോസിയേറ്റ് പ്രൊഫസർ, സീനിയർ റെസിഡന്റ്, ഫാർമക്കോളജി വിഭാഗത്തിൽ അസിസ്റ്റന്റ് പ്രൊഫസർ, സീനിയർ റെസിഡന്റ്, റേഡിയോ ഡയഗ്നോസിസ് വിഭാഗത്തിൽ അസിസ്റ്റന്റ് പ്രൊഫസർ, സീനിയർ റെസിഡന്റ്, ഫിസിയോളജി വിഭാഗത്തിൽ സീനിയർ റെസിഡന്റ്, നെഫ്രോളജി വിഭാഗത്തിൽ പ്രൊഫസർ, അസോസിയേറ്റ് പ്രൊഫസർ, ന്യൂറോളജി വിഭാഗത്തിൽ അസോസിയേറ്റ് പ്രൊഫസർ, ന്യൂറോ സർജറി വിഭാഗത്തിൽ അസോസിയേറ്റ് പ്രൊഫസർ, പ്ലാസ്റ്റിക് സർജറി വിഭാഗത്തിൽ പ്രൊഫസർ, അസിസ്റ്റന്റ് പ്രൊഫസർ, മെഡിക്കൽ ഗ്യാസ്ട്രോ, സർജിക്കൽ ഗ്യാസ്ട്രോ, നാനോളജി, പീഡിയാട്രിക് സർജറി എന്നീ വിഭാഗത്തിന് ഓരോ അസോസിയേറ്റ് പ്രൊഫസർമാരും, യൂറോളജി വിഭാഗത്തിന് അസോസിയേറ്റ് പ്രൊഫസർ, അസിസ്റ്റന്റ് പ്രൊഫസർ എന്നിങ്ങനെയാണ് 31 തസ്തികകൾ. തസ്തികകൾ അനുവദിച്ചതോടെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ സൂപ്പർ സ്പെഷ്യാലിറ്റി സേവനം ശക്തിപ്പെടുത്താൻ സഹായകരമാകുമെന്നും നിരന്തരമായ ഇടപെടലിന്റെ ഫലമായാണ് സർക്കാർ തസ്തികകൾ അനുവദിച്ചതെന്നും എം വിജിൻ MLA അറിയിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. കെ സുധാകരന്റേത് അത്ഭുതകരമായ പ്രസ്താവനയെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. കെ സുധാകരൻ കാവ്യവൽക്കരണത്തിന് കൂട്ടുനിൽക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. തളിപ്പറമ്പിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കാവ്യവൽക്കരണത്തിൽ ഒരു ഓഹരി കിട്ടിയാൽ സ്വീകരിക്കാം എന്നാണ് സുധാകരന്റെ നിലപാട്. ഗവർണറുടെ കാവ്യവൽക്കരണ ശ്രമത്തിന് കോൺഗ്രസിന്റെ പിന്തുണ ലഭിക്കുന്നു. മതേതര വിശ്വാസികളായ കോൺഗ്രസുകാർ പ്രതികരിക്കണം. ഇതേ നില തുടർന്നാൽ ഗവർണറെ പിൻവലിക്കണമെന്ന നിലപാട് സ്വീകരിക്കേണ്ടി വരുമെന്നും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. വലതുപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ ഭാഗമായാലും കമ്മ്യൂണിസ്റ്റ് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ ഭാഗമായാലും മതനിരപേക്ഷതയെ എല്ലാവരും നെഞ്ചേറ്റി കേരളത്തിൻ്റെ പൊതുധാരയിൽ അതിന് മുൻകൈ നേടാൻ സാധിച്ച ഒരാശയതലം സൃഷ്ടിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ അത്ഭുതകരമായ സ്റ്റേറ്റ്മെൻറ്റാണ് ഇന്നലെ KPCC പ്രസിഡന്റിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. കേരളം വിട്ടാൽ കോൺഗ്രസിന് മതനിരപേക്ഷതയില്ല. തെരുവിൽ നേരിടുന്ന കോൺഗ്രസ് പ്രഖ്യാപനം ചായക്കോപ്പയിലെ കൊടുങ്കാറ്റെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. പരിയാരത്തെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ പഴയ പാർക്ക് നവീകരിച്ച് ടേക്ക് എ ബ്രേക്ക് ഒരുങ്ങുന്നു. 45 ലക്ഷം രൂപ ചിലവിലാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. പരിയാരത്തെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ പഴയ പാർക്ക് നവീകരിച്ച് ടേക്ക് എ ബ്രേക്ക് ഒരുങ്ങുന്നു. 45 ലക്ഷം രൂപയാണ് സർക്കാർ ഇതിനായി വകയിരുത്തിയത്. വിവിധ പ്രദേശങ്ങളിൽ നിന്നും എത്തിച്ചേരുന്നവർക്ക് പ്രാഥമിക കാര്യങ്ങൾ നിർവഹിക്കാനും ഫ്രഷാകുന്നതിനുമുള്ള സംവിധാനമാണ് ഇതിന്റെ ഭാഗമായി ഒരുക്കുക. പ്രത്യേക ടോയ്ലറ്റ് ബ്ലോക്ക്, ടീ കിയോസ്ക്, പാർക്കിന്റെ നവീകരണം എന്നിവ ഈ പദ്ധതിയുടെ ഭാഗമായി നടപ്പിലാക്കും. ചികിത്സ തേടി മെഡിക്കൽ കോളേജിലെത്തുന്നവർക്കും യാത്രക്കാർക്കും ഈ പദ്ധതി വളരെയേറെ സഹായകരമാകുമെന്ന് കടന്നപ്പള്ളി പാണപ്പുഴ പഞ്ചായത്ത് പ്രസിഡന്റ് T സുലജ പറഞ്ഞു. മുറ്റത്തിന്റെ ഇന്റർലോക്ക്, അതുപോലെ തന്നെ കോമ്പൗണ്ട് വാൾ, ഇത്രയും കൂടി പ്രവൃത്തി കൂടി പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ അത് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി സാധിക്കുമെന്നാണ് പഞ്ചായത്ത് ഭരണസമിതി ഇപ്പം കണക്കാക്കിയിട്ടുള്ളത്. അടുത്ത് തന്നെ അതിൻ്റെ ഉദ്ഘാടനം നടത്താൻ വേണ്ടിയുള്ള എല്ലാ പ്രവർത്തനങ്ങളും ഭരണസമിതി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്രധാന കേന്ദ്രങ്ങളിൽ ശുചിമുറികൾ ഒരുക്കാൻ സംസ്ഥാന സർക്കാർ തീരുമാനമെടുത്തിരുന്നു. ഇതിന്റെ ഭാഗമായാണ് പരിയാരത്ത് ടേക്ക് എ ബ്രേക്ക് ഒരുക്കാൻ 45 ലക്ഷം രൂപ അനുവദിച്ചത്. കടന്നപ്പള്ളി പാണപ്പുഴ പഞ്ചായത്തിനാണ് നിർമ്മാണ ചുമതല. നിർമ്മാണ പ്രവർത്തനങ്ങൾ അന്തിമഘട്ടത്തിലാണ്. ഇന്റർലോക്കിന്റെ പ്രവൃത്തി കൂടി ഉടൻ തന്നെ പൂർത്തീകരിച്ച് ഉദ്ഘാടനം ചെയ്യാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്.
നെറ്റ്വർക്ക് ന്യൂസ് പിലാത്ര. KSU യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കെതിരായ പോലീസ് CPM അക്രമം അവസാനിപ്പിക്കണം എന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് മാടായി ബ്ലോക്ക് കമ്മിറ്റി പഴയങ്ങാടി പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി. KPCC അംഗം MP ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്ത് വിലക്കയറ്റം കൊണ്ട് ജനം പൊറുതിമുട്ടിയ അവസ്ഥയിലാണ് മുഖ്യമന്ത്രിയും കൂട്ടരും നാടുചുറ്റാൻ ഇറങ്ങിയതെന്നും KSU യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ പോലീസും CPMും അക്രമം അഴിച്ചുവിടുകയാണെന്നും അക്രമികൾക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുന്നതിൽ പോലും പോലീസ് വീഴ്ച വരുത്തുകയാണെന്നും KPCC അംഗം MP ഉണ്ണികൃഷ്ണൻ പറഞ്ഞു. മാടായി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പഴയങ്ങാടി പോലീസ് സ്റ്റേഷന് മുന്നിൽ നടത്തിയ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്നലെ ഞാൻ എന്റെ അവിടെ വൈകുന്നേരം ഒരു ആൾ ചോദിക്കുന്നത്, മോനെ ഇവിടെ ഉഴുന്ന് വരിപ്പുണ്ടാ? ഓ ഇല്ലല്ല അമ്മമ്മ ഉണ്ടല്ലോ, അമ്മമ്മ ഉഴുന്ന് വരിപ്പുണ്ട്, പറക്കിയുണ്ട്. പക്ഷേ അവസാനത്തിൽ വാക്കുണ്ട്, എന്താ പറയാ, അമ്മമ്മയെ സബ്സിഡി ഇല്ലേ? ഓ അറിയാം, അമ്മയെ പീടി വാങ്ങിയ പരമാരെ ആ പെണ്ണുങ്ങളുടെ കമന്റ്സ് ആണ്. ഈ രീതിയിൽ നാണം കേട്ട ഒരു ഗവൺമെന്റ് ഒന്നുമില്ലാതെ തൊക്കി നമ്മൾ നാണമോഷ പിന്നെ തൊക്കി നടക്കുന്നു. അങ്ങനെ തൊക്കി നടക്കുന്ന ഒരു ഗവൺമെന്റ് നവകേരള സദസ്സും വെച്ച് 1 കോടി രൂപ ബസ്സും വാങ്ങി അതിലിരുന്ന് താഴോട്ടും മുകളിലോട്ടും പൊന്തുന്നു. നമ്മളെല്ലാം റൂമിൽ വാടക കൊടുക്കുന്നുണ്ട്, ലിഫ്റ്റ് ഉണ്ട്, നമുക്ക് ലിഫ്റ്റ് ഒരു 2 നില വരെ നമ്മൾ നടന്നു പോകും. പിണറായി വിജയൻ എന്താ വയസ്സ് 78 നടന്നു പോകുന്നതിന് യാതൊരു പ്രയാസമില്ല. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് V രാജൻ അധ്യക്ഷത വഹിച്ചു. NG സുനിൽ പ്രകാശ്, ബേബി ആന്റണി, സന്ദീപ് പാണപ്പുഴ, കക്കോപ്രഭൻ മോഹനൻ, സുധീർ വെങ്ങര, സുധീഷ് വെള്ളച്ചാൽ, PP രാഹുൽ, അക്ഷയ് പറവൂർ, റീന സുരേഷ്, ആഗ്നസ് ഈനാശു, M പവിത്രൻ, ജോയ് ചൂട്ടാട്, U രാമചന്ദ്രൻ, AK ജയശീലൻ, K വിജയൻ, PV രാമദാസൻ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് പഴയങ്ങാടി. ജില്ലയിൽ കോവിഡ് കേസുകൾ വർദ്ധിച്ചതിനെ തുടർന്ന് പരിയാരത്തെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ കോവിഡ് ബാധിതർക്കായി പ്രത്യേക വാർഡ് ഒരുക്കിയതായി സൂപ്രണ്ട് ഡോക്ടർ K സുദീപ് അറിയിച്ചു. വെന്റിലേറ്റർ സൗകര്യമുള്ള വാർഡ് 7ാം നിലയിൽ 4ാം വാർഡിലാണ് തയ്യാറാക്കിയത്. ആദ്യഘട്ടത്തിൽ 9,000 കോവിഡ് രോഗികൾക്ക് പരിയാരത്തെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ ചികിത്സ നൽകിയിരുന്നു. നിലവിൽ 2 പേരാണ് പരിയാരത്ത് ചികിത്സയിലുള്ളത്. ഇവരുടെ നില ഗുരുതരമല്ല. വരും ദിവസങ്ങളിൽ കേസുകളുടെ എണ്ണം വർദ്ധിച്ചാൽ തന്നെ അതിനെ നേരിടാൻ മെഡിക്കൽ കോളേജ് സജ്ജമാണെന്നും ജനങ്ങൾ ആശങ്കപ്പെടേണ്ടതില്ലെന്നും സൂപ്രണ്ട് ഡോക്ടർ K സുദീപ് പറഞ്ഞു. ഇതുവരെയുള്ള ഒരു ട്രെൻഡ് വെച്ച് നോക്കുമ്പോൾ ഇനിയും അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ കോവിഡ് കേസുകൾ വളരെ നാമമാത്രമായതോ നേരിയതോ ആയ വർധന ഉണ്ടാകാമെങ്കിലും ആശങ്കപ്പെടേണ്ടതായ യാതൊന്നും തന്നെയില്ല. പക്ഷേ കോവിഡ് വൈറസിൻ്റെ മുൻകാല അനുഭവങ്ങൾ വെച്ചുകൊണ്ട് തക്കതായ എല്ലാ മുൻകരുതലുകളും മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ സ്വീകരിച്ചിട്ടുണ്ട്. രോഗികളും കൂട്ടിരിപ്പുകാരും മാസ്ക് ധരിക്കുകയും കൂട്ടിരിപ്പുകാരുടെ എണ്ണം ഒരാൾ മാത്രം എന്ന രീതിയിലേക്ക് പരിമിതപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. മാസ്ക് ധരിക്കേണ്ടതും ഹാൻഡ് സാനിറ്റൈസേഷൻ ചെയ്യേണ്ടതും ഒക്കെ നിർബന്ധമാക്കിയിട്ടുണ്ട്. ഇപ്പോൾ റിപ്പോർട്ട് ചെയ്ത കോവിഡ് വകഭേദം തീവ്രതയേറിയതല്ലെങ്കിലും അതിന്റെ വ്യാപനം തീവ്രതയേറിയതാണ്. എങ്കിലും ഒറ്റപ്പെട്ട കേസുകൾ മാത്രമാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. പരിയാരത്ത് എത്തുന്നവർ മാസ്ക് നിർബന്ധമായി ധരിക്കണമെന്നും രോഗികൾക്ക് കൂട്ടിരിപ്പുകാരായി ഒരാൾ മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ എന്ന നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. വാക്സിനേഷൻ കൊണ്ട് ജനങ്ങളിൽ കോവിഡ് പ്രതിരോധ ശേഷി വർദ്ധിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. നെറ്റ്വർക്ക് ന്യൂസ് പിലാത്ര. കേരള കർഷക സംഘം മാടായി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ റബ്ബർ കർഷക ജനകീയ കൺവെൻഷൻ സംഘടിപ്പിച്ചു. പാണപ്പുഴ EMS മന്ദിരത്തിൽ നടന്ന കൺവെൻഷൻ PP ദാമോദരൻ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ റബ്ബർ കർഷകരുടെ ചോരയൂറ്റിയെടുത്ത് സമ്പന്നരായ MRF, അപ്പോളോ, JK, ബിർള തുടങ്ങിയ ടയർ കോർപ്പറേറ്റ് കമ്പനികൾ ഒത്തുകളിച്ച് 1738 കോടി തട്ടിയെടുത്ത പകൽക്കൊള്ളയ്ക്കെതിരെ 170 രൂപ താങ്ങുവില നൽകി കർഷകനെ സംരക്ഷിക്കുന്ന LDF ഗവൺമെന്റിനെ അപകീർത്തിപ്പെടുത്തുന്ന RPS UDF കൂട്ടായ്മ തുറന്നുകാട്ടാൻ 300 രൂപ നൽകി കേന്ദ്രം റബ്ബർ സംഭരിക്കുക തുടങ്ങിയ മുദ്രാവാക്യമുയർത്തിയാണ് കേരള കർഷക സംഘം മാടായി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ റബ്ബർ കർഷക ജനകീയ കൺവെൻഷൻ സംഘടിപ്പിച്ചത്. പാണപ്പുഴ EMS മന്ദിരത്തിൽ നടന്ന കൺവെൻഷൻ PP ദാമോദരൻ ഉദ്ഘാടനം ചെയ്തു. അന്തർദേശീയ നിയമമനുസരിച്ച് പൂർണ്ണമായും ഇറക്കുമതി നമുക്ക് ഒഴിവാക്കി പോകുന്നതിന് വേണ്ടി സാധിക്കില്ല. അപ്പം അങ്ങനെ വന്നപ്പോഴാണ് നമുക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങൾ ഇറക്കാൻ വേണ്ടി പോകുന്നു വലിയ തോതിൽ നമ്മൾ ചുങ്കൻ ചുമത്തും. അങ്ങനെയാണ് ഇറക്കുമതി നമ്മൾ തടിയിട്ട്
ഉദാഹരണത്തിന് 300% വരെ ചില ഉൽപ്പന്നങ്ങളിൽ നമ്മൾ ചുങ്കം ചുമത്തിയിരുന്നു. റബ്ബർ ആ ഗണത്തിൽ പെടും. ലോക മാർക്കറ്റിൽ 1 കിലോ റബ്ബർ ₹1 കിട്ടുമെങ്കിൽ. കെ രഘു അധ്യക്ഷത വഹിച്ചു. ഏരിയ സെക്രട്ടറി MV രാജീവൻ, വി രമേശൻ, N കാർത്യായനി, കെ സജിത്ത്, M ലക്ഷ്മണൻ, പി ദാമോദരൻ എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. പയ്യന്നൂർ ശ്രീ കാപ്പാട്ട് കഴകം പെരുങ്കളിയാട്ടത്തിന്റെ വരവറിയിച്ചുകൊണ്ടുള്ള നാട്ടെഴുന്നള്ളത്തിന് തുടക്കം കുറിച്ചു. 2024 ഫെബ്രുവരി 25 മുതൽ മാർച്ച് 3 വരെയാണ് പെരുങ്കളിയാട്ടം. പയ്യന്നൂർ ശ്രീ കാപ്പാട്ടുകഴകം പെരുങ്കളിയാട്ടത്തിന്റെ വരവറിയിച്ചുകൊണ്ടുള്ള നാട്ടെഴുന്നള്ളത്തിന് തുടക്കമായി. പള്ളിയറകൾ തുറന്ന് പതിവ് പൂജകൾക്ക് ശേഷം പ്രതിപുരുഷന്മാർ അരങ്ങിലിറങ്ങി പരിചയും ദണ്ടും കയ്യിലേന്തിയ ക്ഷേത്രം കോയ്മ കുപ്പാടക്കത്ത് വിജയൻ നമ്പ്യാരുടെ അകമ്പടിക്ക് പിറകിലായി വാദ്യമേളങ്ങളോടെയും ബാല്യക്കാരുടെ ആർപ്പുവിളിയോടെ നാട്ടെഴുന്നള്ളത്തിനായി ഇറങ്ങി. പയ്യന്നൂർ പെരുമാളെ തൊഴുതുവണങ്ങി വലിയ കരിപ്പത്ത് പടിഞ്ഞാറ്റിയിൽ കയറി മഞ്ഞൾ കുറിയിട്ട് പാല് കുടിച്ചതിനു ശേഷം ഭക്തർക്ക് അനുഗ്രഹം നൽകി. തുടർന്ന് പയ്യന്നൂർ ഓർവലിക്കകത്ത് സഞ്ചാരത്തിനിറങ്ങി. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ശാസ്ത്രീയ നൃത്തരംഗത്തും അഭിനയരംഗത്തും മികവ് തെളിയിക്കുകയാണ് ഇരിണാവിലെ അവന്തിക മനോജ്. ദളിത് സാഹിത്യ അക്കാദമി ഏർപ്പെടുത്തിയ ദേശീയ പുരസ്കാരത്തിനും അവന്തിക മനോജ് അർഹത നേടിയിരിക്കുകയാണ്. മതിയായി, എനിക്ക് മതിയായി. നിനക്കും മനുഷ്യർക്കും ഇടയിലുള്ള തല്ലാണ് പണി. എനിക്ക് മതിയായി. നാളിതുവരെ എന്റെ നാവായിരുന്നു. ജില്ലാ സംസ്ഥാന സ്കൂൾ കലോത്സവ വേദികളിൽ സ്ഥിരം സാന്നിധ്യമാണ് അവന്തിക മനോജ്. ഏകാഭിനയ രംഗത്തും നൃത്തരംഗത്തും തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ചുകൊണ്ട് കലാരംഗത്ത് നേട്ടങ്ങൾ കൊയ്യുകയാണ് ഈ മിടുക്കി. സൃഷ്ടിസ്ഥിതി സംഹാരമൂർത്തെ പള്ളിവാളങ്കയിലേന്തി കാലിൽ ചിലമ്പും കെട്ടി കളിപൂണ്ടുലഞ്ഞതുള്ളി കാലം പറഞ്ഞവൻ ഞാൻ, ത്രികാലം പറഞ്ഞവൻ ഞാൻ. ദളിത് സാഹിത്യവേദിയിൽ ഒരുക്കിയ ദേശീയ പുരസ്കാരത്തിനും ഇത്തവണ അർഹത നേടി. ഈ വർഷത്തെ ജില്ലാ സ്കൂൾ കേരളോത്സവത്തിൽ മോണോ ആക്ട് ഉൾപ്പെടെ എ ഗ്രേഡോടെ മിന്നും പ്രകടനമാണ് അവന്തിക കാഴ്ചവച്ചത്. എന്റെ പേര് അവന്തിക മനോജ് സി. ഞാൻ 8th സ്റ്റാൻഡേർഡിലാണ്. സെന്റ് ട്രീസസ് ആംഗ്ലോ ഇന്ത്യൻ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് പഠിക്കുന്നത്. എനിക്ക് ഡാൻസും മോണാക്റ്റും ഞാൻ ചെയ്യാറ്. ഡാൻസ് പണ്ട് പഠിക്കുന്നത് ഷൈൻ ടീച്ചറുടെ അടുത്താണ്. ഇപ്പം കലാമണ്ഡലം നയന. മോണാക്ട് ബിജു സാറിന്റെ അടുത്താണ് പഠിക്കുന്നത്. അച്ഛൻ മനോജും അമ്മ ഷൈമയും മികച്ച പ്രോത്സാഹനമാണ് മകൾക്ക് നൽകി വരുന്നത്. സെന്റ് തെരാസസ് ആംഗ്ലോ ഇന്ത്യൻ ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥിനിയാണ് അവന്തിക. 7 വർഷത്തിലധികമായി ഭരതനാട്യം പഠിച്ചു വരുന്നു. ബിജു ഇരിണാവാണ് മോണോ ആക്ട് പഠിപ്പിച്ചത്. പഠനത്തോടൊപ്പം കലാരംഗത്തും സജീവമായി ഇടപെടുവാനാണ് അവന്തികയുടെ ആഗ്രഹം. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി.
പാണപ്പുഴ മേനോൻകുന്ന് കാര്യപ്പള്ളി റോഡിന്റെ നവീകരണ പ്രവൃത്തി ആരംഭിച്ചു. പ്രധാനമന്ത്രി ഗ്രാമ സഡക് യോജന പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് റോഡ് നവീകരിക്കുന്നത്. എരമംകുറ്റൂർ പഞ്ചായത്തിലെ പ്രധാന റോഡാണ് പാണപ്പുഴ കുറ്റൂർ മേനോൻകുന്ന് പെരുവാമ്പ കാര്യപ്പള്ളി റോഡ്. നിരവധി കുടുംബങ്ങൾ ആശ്രയിക്കുന്ന റോഡിന്റെ നവീകരണ പ്രവൃത്തികൾ ആരംഭിച്ചു. പ്രധാനമന്ത്രി ഗ്രാമ സഡക് യോജന പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് റോഡ് നവീകരിക്കുന്നത്. 8 മീറ്റർ വീതിയിൽ ഓവുചാൽ ഉൾപ്പെടെ നിർമ്മിക്കും. ആവശ്യമായ സ്ഥലങ്ങളിൽ മണ്ണെടുക്കുകയും ചെയ്യും. ഇപ്പോൾ റോഡരികിൽ കരിങ്കല്ലുകൊണ്ട് ഭിത്തി കെട്ടുന്ന പ്രവൃത്തിയാണ് ആരംഭിച്ചിരിക്കുന്നത്. 12 കോടി രൂപ ചിലവിലാണ് നവീകരണ പ്രവൃത്തി നടപ്പിലാക്കുന്നതെന്ന് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷൈനി ബിജേഷ് പറഞ്ഞു. പാണപ്പുഴ കുറ്റൂർ മേനോൻകുന്ന് പെരുവാമ്പ കാര്യപ്പള്ളി റോഡ് PMGSY പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് അതിൻ്റെ ടെൻഡർ നടപടികളൊക്കെ പൂർത്തീകരിച്ച് വർക്ക് ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അതിൻ്റെ എസ്റ്റിമേറ്റ് 12 കോടിയാണ്. KK ബിൽഡേഴ്സാണ് കരാർ എടുത്തിരിക്കുന്നത്. 1 വർഷത്തിനുള്ളിൽ പ്രവൃത്തി പൂർത്തീകരിക്കാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. കണ്ണപുരം പൂമാലക്കാവ് കഴകം പാട്ടും കളിയാട്ട മഹോത്സവവും 21 മുതൽ 26 വരെ നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടകർ മാധ്യമ സമ്മേളനത്തിൽ അറിയിച്ചു. കഴിഞ്ഞ 83 വർഷക്കാലമായിട്ട് കാരങ്കാവിന്റെ തിരുമുറ്റം അടിച്ചു വരുന്ന ഒരാൾ കുറ്റിയാൽ കണ്ണെന്ന് പറഞ്ഞത്. കുറ്റിയാൽ തറവാട്ടിലെ കാരണവറാണ് അദ്ദേഹം. ആ ക്ഷേത്രത്തിന്റെ 5 മണിക്കൂർ കർഷകത്തൊഴിലാളിയാണ്. അയാൾ 5 മണിക്കൂർ ആ ക്ഷേത്രത്തിന്റെ തിരുമുറ്റം അടിച്ചു വരും. ഈ 83 വർഷം 13 വയസ്സ് തുടങ്ങിയതാണ്. 96 വയസ്സായി. കണ്ണപുരം പൂമാലക്കാവിലെ പാട്ടും കളിയാട്ട മഹോത്സവവും നാടിന്റെ ഉത്സവമാക്കി മാറ്റുവാനുള്ള ഒരുക്കത്തിലാണ് കണ്ണപുരം ദേശക്കാർ. 21 വൈകിട്ട് 6 മണിക്ക് ചെറുകുന്ന് അന്നപൂർണേശ്വരി ക്ഷേത്രത്തിൽ നിന്ന് ദീപവും തിരിയും കൊണ്ടുവരൽ ചടങ്ങോടുകൂടിയാണ് കണ്ണപുരം പൂമാലക്കാവിലെ പാട്ടും കളിയാട്ട മഹോത്സവവും ആരംഭിക്കുന്നത്. കളിയാട്ട മഹോത്സവത്തിന്റെ ഭാഗമായി നിരവധി തെയ്യക്കോലങ്ങൾ അരങ്ങിലെത്തും. കളിയാട്ടത്തിന്റെ സമാപന ദിവസമായ 26 ഉച്ചയ്ക്ക് ഭക്തജനങ്ങൾക്ക് പ്രസാദ ഊട്ട് നടക്കും. മാധ്യമ സമ്മേളനത്തിൽ ഊരാള സഭ മാനേജിംഗ് ട്രസ്റ്റി രക്ഷാധികാരി ഗംഗാധരൻ D, കമ്മിറ്റി രക്ഷാധികാരികളായ KV കുഞ്ഞിക്കോരൻ, AV വത്സൻ, മനോഹരൻ പഞ്ചിക്കീൽ, ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് K വേണുഗോപാലൻ, വൈസ് പ്രസിഡന്റ് N ഗോപാലൻ, സെക്രട്ടറി MK ധനേഷ് എന്നിവർ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. 2024-25 വാർഷിക പദ്ധതി രൂപീകരണത്തിന്റെ ഭാഗമായി ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് ഹാളിൽ വെച്ച് പ്രത്യേക ഗ്രാമസഭകൾ നടന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് M ശ്രീധരൻ ഉദ്ഘാടനം ചെയ്തു. നവകേരളത്തിന് ജനകീയാസൂത്രണം 2024-25 വാർഷിക പദ്ധതി രൂപീകരണത്തിന്റെ ഭാഗമായി പഞ്ചായത്ത് ഹാളിൽ വെച്ച് വിവിധ ഘട്ടങ്ങളിലായി വനിതാ ഗ്രാമസഭ, വയോജന ഗ്രാമസഭ, മത്സ്യസഭ, പട്ടികജാതി ഗ്രാമസഭ തുടങ്ങിയ പ്രത്യേക ഗ്രാമസഭകൾ നടന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് M ശ്രീധരൻ ഗ്രാമസഭകൾ ഉദ്ഘാടനം ചെയ്തു. ഭിന്നശേഷി വിഭാഗങ്ങൾ, ഫിഷറീസ്, SC/ST വിഭാഗങ്ങളുടെ പ്രത്യേക ഗ്രാമസഭ ചേരും. അപ്പോൾ ഈ പ്രത്യേക ഗ്രാമസഭ ചേരുന്നതിൻ്റെ ഉദ്ദേശം, ഇപ്പോൾ നമ്മുടെ ഗ്രാമസഭകളിൽ ചില പ്രത്യേക വിഷയങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ഇവിടെ കൂടി ചർച്ച ചെയ്ത് ഗ്രാമസഭയിൽ നിങ്ങളുടെ പ്രത്യേകമായ അഭിപ്രായങ്ങൾ കൂടി മുന്നോട്ടേക്ക് കൊണ്ടുപോകണം. അപ്പോൾ അതിന് ഈ യോഗം വിളിച്ചു ചേർത്തത് അടുത്ത വർഷം ഏതൊക്കെ പദ്ധതികൾ ഈ പഞ്ചായത്തിൽ വനിതകൾക്ക് മാത്രമായി പ്രത്യേകം എന്തൊക്കെ പദ്ധതികൾ വേണം, വനിതാ ഘടക പദ്ധതി. അപ്പോൾ വനിതാ ഘടക പദ്ധതികളുടെ ഒരു പൊതുസ്ഥിതിക്ക് ശേഷം വൈസ് പ്രസിഡന്റ് PP രോഹിണി അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി K ശിവദാസൻ, സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ TV ഉണ്ണികൃഷ്ണൻ, PP അംബുജാക്ഷൻ, MD സബിത, ICDS സൂപ്പർവൈസർ P സബിന, വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർമാരായ സുരേന്ദ്രൻ, ഐറൻ രാജ, ഫിഷറീസ് ഇൻസ്പെക്ടർ മിനി നാരായണൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. ജനപ്രതിനിധികൾ, പ്രത്യേക ഗ്രാമസഭാ പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. കുറുവേലി ശ്രീ ഭഗവതി ക്ഷേത്രം പാട്ടും കളത്തിലരിയും കളിയാട്ട മഹോത്സവവും നടക്കും. ഡിസംബർ 22 മുതൽ ഡിസംബർ 28 വരെയായിരിക്കും ആഘോഷ പരിപാടികളെന്ന് ഭാരവാഹികൾ മാധ്യമസമ്മേളനത്തിൽ അറിയിച്ചു. കുറുവേലി ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ പാട്ടും കളത്തിലരിയും കളിയാട്ട മഹോത്സവവും നടക്കും. ഡിസംബർ 23 കലവറ നിരക്കൽ ഘോഷയാത്രയോടെ ആരംഭിക്കുന്ന ആഘോഷ പരിപാടികൾ ഡിസംബർ 30 നടക്കുന്ന ആയില്യം നാഗത്തിൽ കഴിക്കലോടെ അവസാനിക്കും. 24 ഉച്ചയ്ക്ക് ഭക്തജനങ്ങൾക്ക് അന്നദാനമുണ്ടായിരിക്കും. 6 മണിക്ക് കാർത്തിക ദീപം തെളിയിക്കൽ, രാത്രി 8 മണിക്ക് വർണ്ണശബളമായ കാഴ്ച, 25 തിടമ്പെഴുന്നള്ളത്ത്, 26 പോതി എഴുന്നള്ളത്ത്, 22, 28 തീയതികളിൽ കളിയാട്ടവും നടക്കും. കളിയാട്ട ദിനത്തിൽ വെള്ളാർകുളങ്ങര ഭഗവതി, രക്തചാമുണ്ടി,
നിലയറ ഭഗവതി, വിഷ്ണുമൂർത്തി എന്നീ തെയ്യക്കോലങ്ങൾ അരങ്ങിലെത്തും. TM വാസു പ്രദീപ്, തമ്പാൻ മാരാർ, ഉണ്ണികൃഷ്ണൻ KV, പ്രിയ സജീഷ് എന്നിവർ മാധ്യമസമ്മേളനത്തിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി തൃക്കരിപ്പൂർ യൂണിറ്റ് ജനകീയ സംഘാടക സമിതിയുടെ സഹായത്തോടെ സംഘടിപ്പിക്കുന്ന തൃക്കരിപ്പൂർ മഹോത്സവം ഡിസംബർ 22 മുതൽ ജനുവരി 7 വരെ തൃക്കരിപ്പൂരിൽ വെച്ച് നടക്കും. തൃക്കരിപ്പൂർ മഹോത്സവത്തിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടകർ മാധ്യമസമ്മേളനത്തിൽ അറിയിച്ചു. തൃക്കരിപ്പൂരിന്റെ വികസനങ്ങൾക്കും ചാരിറ്റി പ്രവർത്തനങ്ങൾക്കും ഏറെ മുൻതൂക്കം നൽകിക്കൊണ്ടാണ് തൃക്കരിപ്പൂർ മഹോത്സവം സംഘടിപ്പിക്കുന്നത്. രണ്ടാമതായി സംഘടിപ്പിക്കുന്ന തൃക്കരിപ്പൂർ മഹോത്സവത്തിന്റെ സന്ദേശം വിളംബരം ചെയ്തുകൊണ്ട് ഡിസംബർ 21 വൈകിട്ട് 4 മണിക്ക് ബീരിച്ചേരിയിൽ നിന്ന് തുടങ്ങുന്ന വിളംബര ഘോഷയാത്രയിൽ കുടുംബശ്രീ CDS അംഗങ്ങൾ, ഹരിതകർമ്മസേന, ബാൻഡ് വാദ്യം, ശിങ്കാരിമേളം, മുത്തുക്കുട എന്നിവയുടെ അകമ്പടിയോടെ നടക്കുന്ന ഘോഷയാത്ര തങ്കയം മുക്കുചുറ്റി ഫെസ്റ്റ് നഗരിയിൽ സമാപിക്കും. 18 ദിവസങ്ങൾ നീണ്ടുനിൽക്കുന്ന ഫെസ്റ്റിന്റെ ഉദ്ഘാടനം ഡിസംബർ 22 വൈകിട്ട് 4:30 രാജ്മോഹൻ ഉണ്ണിത്താൻ MP നിർവഹിക്കും. സിനിമാ താരം സന്തോഷ് കീഴാറ്റൂർ മുഖ്യാതിഥിയായി പങ്കെടുക്കും. ജില്ലാ പ്രസിഡന്റ് K. അഹമ്മദ് ഷെരീഫ്, പഞ്ചായത്ത് പ്രസിഡന്റ് VK ബാവ എന്നിവർ പങ്കെടുക്കും. എല്ലാ ദിവസങ്ങളിലും സാംസ്കാരിക സമ്മേളനവും പ്രശസ്ത കലാകാരന്മാർ അവതരിപ്പിക്കുന്ന കലാപരിപാടികളും അരങ്ങേറും. വാർത്താ സമ്മേളനത്തിൽ CH അബ്ദുൾ റഹീം, AG നൂറുൽ അമീൻ, അബ്ദുൾ നാസർ PP, VP ഗോപാലകൃഷ്ണൻ, S അബ്ദുൾ റഹ്മാൻ, M അബ്ദുൾ റഷീദ്, ഫായിസ് കവായി, TV ചന്ദ്രദാസ് എന്നിവർ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. ഏഴോം ഫെസ്റ്റിന്റെ ഭാഗമായി വിളംബര ഘോഷയാത്ര നടത്തി. എരിപുരത്ത് നിന്ന് ആരംഭിച്ച വിളംബര ഘോഷയാത്ര പഴയങ്ങാടിയിൽ സമാപിച്ചു. ഏഴോം ഗ്രാമപഞ്ചായത്ത് പഴയങ്ങാടിയിൽ സംഘടിപ്പിക്കുന്ന ഏഴോം ഫെസ്റ്റ് ഡിസംബർ 20 മുതൽ ജനുവരി 7 വരെ നടക്കും. കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരിയാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. സാംസ്കാരിക പരിപാടികൾക്ക് പുറമെ കുട്ടികൾക്കുള്ള പാർക്കുകൾ, ഫുഡ് കോർട്ട്, വിജ്ഞാന ക്ലാസുകൾ തുടങ്ങിയവയും ഒരുക്കിയിട്ടുണ്ട്. ഫെസ്റ്റിന്റെ ഉദ്ഘാടനത്തിന് മുന്നോടിയായി വിളംബര ഘോഷയാത്ര എരിപുരത്തു നിന്ന് ആരംഭിച്ച് പഴയങ്ങാടിയിൽ സമാപിച്ചു. ഏഴോം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P. ഗോവിന്ദൻ, കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PP ഷാജിർ, ED പ്രമോദ്, OV നാരായണൻ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KN ഗീത, ജില്ലാ പഞ്ചായത്ത് അംഗം SK ആബിദ, ചെറുകുന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് T. നിഷ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, കുടുംബശ്രീ അംഗങ്ങൾ തുടങ്ങിയവർ നേതൃത്വം നൽകി. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. പയ്യന്നൂർ മാർഷൽ ആർട്സ്, യോഗ ആൻഡ് ഫിറ്റ്നസ് അക്കാദമി സംഘടിപ്പിക്കുന്ന രണ്ടാമത് സംസ്ഥാന പവർ ഫെസ്റ്റ് ഡിസംബർ 22 മുതൽ 24 വരെ പയ്യന്നൂർ ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കും. T. മധുസൂദനൻ MLA പവർ ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്യുമെന്ന് ബന്ധപ്പെട്ടവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പയ്യന്നൂർ മാർഷൽ ആർട്സ്, യോഗ ആൻഡ് ഫിറ്റ്നസ് അക്കാദമി സംഘടിപ്പിക്കുന്ന രണ്ടാമത് സംസ്ഥാന പവർ ഫെസ്റ്റ് ഡിസംബർ 22 മുതൽ 24 വരെ പയ്യന്നൂർ ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കും. 22 വൈകിട്ട് 5:30 പയ്യന്നൂർ ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂൾ കേന്ദ്രീകരിച്ച ഗാന്ധി പാർക്കിലേക്ക് വിളംബര ഘോഷയാത്ര നടക്കും. തുടർന്ന് T. മധുസൂദനൻ MLA പവർ ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്യും. കണ്ണൂർ ജില്ലാ സ്പോർട്സ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി പ്രസിഡന്റ് OK വിനീഷ് മുഖ്യാതിഥിയായി പങ്കെടുക്കും. ദേശീയ അന്തർദേശീയ മത്സരങ്ങളിൽ മെഡൽ നേടിയവരെയും ലോക റെക്കോർഡ് നേടിയ തൈക്കൊണ്ടോ പരിശീലകൻ K. വേണുഗോപാലിനെയും ആദരിക്കും. കരാട്ടെ, തൈക്കൊണ്ടോ, കളരി, ഫെൻസിംഗ്, യോഗ പ്രദർശനം എന്നിവ നടക്കും. പയ്യന്നൂർ ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ ഡിസംബർ 23 രാവിലെ 10 മണിക്ക് സംസ്ഥാന കുറാഷ് ചാമ്പ്യൻഷിപ്പ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PP ദിവ്യ ഉദ്ഘാടനം ചെയ്യും. അഡ്വക്കേറ്റ് ശശി വട്ടക്കോവൽ അധ്യക്ഷത വഹിക്കും. പയ്യന്നൂർ നഗരസഭാ ചെയർപേഴ്സൺ KV ലളിത സമ്മാനദാനം നിർവഹിക്കും. 24 രാവിലെ 10 മണിക്ക് ഓപ്പൺ കരാട്ടെ ചാമ്പ്യൻഷിപ്പ് രാജ്മോഹൻ ഉണ്ണിത്താൻ MP ഉദ്ഘാടനം ചെയ്യും. നഗരസഭാ വൈസ് ചെയർമാൻ PV കുഞ്ഞപ്പൻ അധ്യക്ഷത വഹിക്കും. പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PV വത്സല സമ്മാനദാനം നിർവഹിക്കും. വാർത്താസമ്മേളനത്തിൽ PV കുഞ്ഞപ്പൻ, PA സന്തോഷ്, V നന്ദകുമാർ, T വിശ്വനാഥൻ, D സുനിൽ, മധു ഒർജിൻ എന്നിവർ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പുരോഗമന കലാസാഹിത്യ സംഘം പയ്യന്നൂർ മേഖലാ കമ്മിറ്റി ഡിസംബർ 21 വൈകിട്ട് 5 മണിക്ക് പയ്യന്നൂർ ഷേണായി സ്ക്വയറിൽ സംഘടിപ്പിക്കുന്ന സ്വരങ്ങൾ, ബഹുസ്വരങ്ങൾ, വിമതസ്വരങ്ങൾ പ്രഭാഷണ പരിപാടിയിൽ ഗായത്രി വർഷ പ്രഭാഷണം നടത്തും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കർഷക പോരാട്ടത്തിന്റെ ഉജ്ജ്വല സ്മരണ പുതുക്കി കരിവെള്ളൂർ സമര വാർഷികം. റെഡ് വളണ്ടിയർ മാർച്ചിന്റെ അകമ്പടിയോടെ നടന്ന ബഹുജന പ്രകടനത്തിൽ ആയിരങ്ങൾ അണിനിരന്നു.
പൊതുസമ്മേളനം CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. KSU യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് നേരെയുള്ള നരനായാട്ട് അവസാനിപ്പിക്കണമെന്നാവശ്യം. വിവിധ കേന്ദ്രങ്ങളിൽ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം. പോലീസ് സ്റ്റേഷനുകളിലേക്ക് പ്രവർത്തകരുടെ മാർച്ച്. ചെറുപുഴയിൽ പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തും തള്ളും. കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ 31 തസ്തികകൾ അനുവദിച്ചു. തീരുമാനം കൊല്ലത്ത് ചേർന്ന മന്ത്രിസഭാ യോഗത്തിൽ. തസ്തികകൾ സൃഷ്ടിച്ചത് മെഡിക്കൽ കോളേജിൽ സൂപ്പർ സ്പെഷ്യാലിറ്റി വിഭാഗം ഡോക്ടർമാരുടെ അനിവാര്യത കണക്കിലെടുത്ത്. കെ സുധാകരന്റേത് അത്ഭുതകരമായ പ്രസ്താവനയെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ. കെ സുധാകരൻ കാവ്യവൽക്കരണത്തിന് കൂട്ടുനിൽക്കുന്നതായും വേണ്ടിവന്നാൽ ഗവർണറെ തിരിച്ചുവിളിക്കാൻ ആവശ്യപ്പെടുമെന്നും MV ഗോവിന്ദൻ മാസ്റ്റർ. ന്യൂസ് അവർ പൂർണ്ണമാകുന്നു. നമസ്കാരം.